ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ RRB ടീച്ചർ, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടീച്ചർ വേക്കൻസിയിൽ ടോട്ടലായിട്ട് എത്രത്തോളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, റിജക്റ്റ് ആയി പോയതിനു ശേഷമുള്ള ബാലൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് എത്രണ്ണമാണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്, ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ടുണ്ട്, നിലവിൽ എത്ര പോസ്റ്റാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ RRB ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ RRB ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവര്, അതുപോലെ തന്നെ KVS-ന്റെയും NVS-ന്റെയും EMRS-ന്റെയും DSSB-യുടെയും AES-ന്റെയും CTET, KTET, HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ചുകൾ, LP UP ലോങ് ടേം ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് വഴിയോ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാൻ പ്രധാനമായിട്ടും പിന്നെ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ ഈ RRB റെയിൽവേയുടെ ക്ലാസ്സുകൾ, അതന്നെ എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്, ലൈവ് പ്ലസ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് എല്ലാ ലൈവ് ക്ലാസ്സിന്റെയും റെക്കോർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലസ് നിങ്ങളുടെ PDF മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. പ്ലസ് എക്സാംസും ഉണ്ടായിരിക്കും, നിങ്ങളുടെ മോഡൽ എക്സാംസും ടോപ്പിക് ലെവൽ എക്സാംസും ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ചന്വേഷിച്ചോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലോ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, വളരെ റിഡക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഡ്മിഷൻ കൊടുക്കുന്നത് വളരെ കുറഞ്ഞ ഫീസാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ റെയിൽവേ ടീച്ചർ വേക്കൻസിയിൽ നിലവില് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സമയത്ത് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 1036. ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസി എന്ന് പറയുന്നത് 1036 വേക്കൻസി ആയിരുന്നു മൊത്തത്തിൽ. ഈ 1036 വേക്കൻസിക്ക് വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024 എന്ന് പറയുന്ന മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി ടീച്ചർ ആൻഡ് നോൺ ടീച്ചർ വേക്കൻസിയിൽ നിലവിലെ ആപ്ലിക്കൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എത്ര പേരെന്ന് വെച്ച് കഴിഞ്ഞാല് 3,64,037 പേരാണ്. ഓക്കെ, നിലവില് ആപ്ലിക്കന്റ് ആയിട്ടുള്ളത് 3,64,037 പേര്. ഇത് കേട്ടുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം സെൻട്രലൈസർ ആയിട്ട് വിളിച്ചതാണ്, ഓൾ ഇന്ത്യ ലെവലിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റിന്. അപ്പൊ വളരെ തുച്ഛമാണ് ഈ ഒരു ആപ്ലിക്കന്റ്. നമുക്കറിയാം, നമ്മുടെ കേരള PSC ഒക്കെ ജസ്റ്റ് കേരളത്തിൽ മാത്രമുള്ള LDO, LP UPO ഒക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 15 ലക്ഷവും 20 ലക്ഷവും ആപ്ലിക്കന്റ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ റെയിൽവേ ടീച്ചറിനെ വിളിച്ചിട്ട് അതിൽ ഓൾ ഇന്ത്യ വിളിച്ചിട്ട് ഒരു സ്റ്റേറ്റിൽ വിളിക്കുമ്പോൾ 10 ലക്ഷവും 15 ലക്ഷവും വരുന്ന സമയത്ത് റെയിൽവേ ജസ്റ്റ് 3,64,000 പോസ്റ്റ് മാത്രമാണ്, ആപ്ലിക്കന്റ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സോണിലേക്കും എത്രത്തോളം ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതിൽ ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് എത്രത്തോളം ആപ്ലിക്കൻസുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അതില് അഹമ്മദാബാദ് സോണ്. ഓക്കെ, അത് നമ്മുടെ സോണിലേക്ക് ആദ്യം കടന്നിട്ട് നമുക്ക് അഹമ്മദാബാദിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് പരീക്ഷ എഴുതാനുള്ള സൗകര്യമോ ജോലി കിട്ടാനുള്ള സൗകര്യമോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ സാധാരണയായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൂടുതൽ പേരും ചെന്നൈയിലായിരുന്നു അല്ലെ. അപ്പൊ ചെന്നൈ നോക്കുകയാണെങ്കിൽ, ചെന്നൈയുടെ വേക്കൻസി നോക്കുകയാണെങ്കിൽ, ചെന്നൈയുടെ ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 24,284
ഓക്കെ, 24,284 പേരാണ് ചെന്നൈയില് ആപ്ലിക്കന്റ് ആയിട്ടുള്ളത്. വളരെ തുച്ഛമാണ്. ഓക്കെ, ചെന്നൈ എന്ന് പറയുന്ന വലിയൊരു സോണിനെ സംബന്ധിച്ചിടത്തോളം, അത്രത്തോളം വേക്കൻസി വിളിച്ച ഒരു സോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ചെന്നൈയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 24,284 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ചെന്നൈയിൽ അങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നതില് ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് നോക്കാം. അതില് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറി 7,205 പേരും, SC കാറ്റഗറി 4,943 പേരും, ST കാറ്റഗറി 1,006 പേരും, OBC നോൺ ക്രിമിലിയർ വേക്കൻസിയിലേക്ക് 10,183 പേരും, EWS കാറ്റഗറീസിന് വേണ്ടി 947 പേരുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സ് സർവീസ് 56, അതില് PWBD കാറ്റഗറി 285 പേര്. അത് സെപ്പറേറ്റ് ആണല്ലോ വിളിച്ചിരിക്കുന്നത് PWBD. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും. അപ്പൊ ഇതില് SC 4,900, ST 1,000 ഉള്ളൂ. കൂടുതൽ OBC ആണ്, നോൺ ക്രിമിലിയർ ആണ്, 10,183 വരെ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, OBC നോൺ ക്രിമിലിയർ ചെന്നൈ അപ്ലൈ ചെയ്ത് ശ്രദ്ധിക്കുക, ടോട്ടലായിട്ട് 10,000 പേരേ ഉള്ളൂ. ഓക്കെ, ബാക്കി അൺറിസർവ്ഡ് 7,000 പേരേ ഉള്ളൂ, SC 4,000 പേരേ ഉള്ളൂ, ST 1,000 പേരേ ഉള്ളൂ, EWS 900 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം ഡേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോന്നിലേക്ക് നോക്കാം. ഓരോന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ആപ്ലിക്കന്റ് ഉള്ളത്, ഏറ്റവും കുറവ് ആപ്ലിക്കന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് 746 ജമ്മു ശ്രീനഗർ അല്ലെ, അവിടെ ഏറ്റവും കുറവാണല്ലോ. ജമ്മു ശ്രീനഗർ 746 ആണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റ് ഉള്ളത് കാരണം ഏറ്റവും വലിയ സോൺ തന്നെയാണല്ലോ. വലിയ സോണിലായിരിക്കും അല്ലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വിളിച്ച സോണിലായിരിക്കും ഏറ്റവും കൂടുതൽ പോസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജില് 61,720 61,720 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാല് 61 കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരുന്നത് പ്രയാഗ്രാജ് അല്ല, ബിലാസ്പൂർ ആണേ. ബിലാസ്പൂരിൽ 67,000 പേരുണ്ട് കേട്ടോ. ബിലാസ്പൂർ ഒന്നാമത്. രണ്ടാമതായിട്ട് വരുന്നത് പ്രയാഗ്രാജ്. പിന്നെ വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് 33,000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന കൊൽക്കത്തയാണ് കേട്ടോ. കൊൽക്കത്ത 33,000 പേര്, കൊൽക്കത്ത മൂന്നാമതായിട്ട് വരുന്നു. പിന്നെ വരുന്നത് 32,000 പേര് അപ്ലൈ ചെയ്ത ഗുവാഹത്തി നാലാമതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 32 കഴിഞ്ഞാല് പിന്നെ ഉള്ളത് 27,000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന 27,000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന ഭോപ്പാലാണ്. 27,000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന ഭോപ്പാലാണ് 5ാം സ്ഥാനത്ത് വരുന്നത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭോപ്പാലാണ്. പിന്നെ 27 കഴിഞ്ഞാല് പിന്നെ വരുന്നത് നമ്മുടെ ചെന്നൈയാണ്. ഓക്കെ, പിന്നെ വരുന്ന ചെന്നൈയാണ് 24. അതായത് 6ാം സ്ഥാനമാണ് ചെന്നൈ 6ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ 6ാം സ്ഥാനം ചെന്നൈയാണ് 6ാം സ്ഥാനമായിട്ടുള്ളത്. പിന്നെ 7ാമതായിട്ട് വരുന്നത് 15,000 പോസ്റ്റുള്ള 15,000-ഓളം ആപ്ലിക്കൻസ് ഉള്ള മുംബൈയാണ് 7ാമതായിട്ട് വരുന്നത്. 7ാമത്തെ കാറ്റഗറി മുംബൈയാണ് വരുന്നത്. 8ാമതായിട്ട് പറയാനുള്ളത് 12,000 ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിരിക്കുന്ന പാട്ന. 8ാമതായിട്ട് പാട്നയാണ്. പിന്നെ ബാക്കിയെല്ലാം വളരെ ലോ ആണ്. റാഞ്ചി 2,917, സെക്കന്ദരാബാദ് 1,466, ഭുവനേശ്വർ 722, ബാംഗ്ലൂരു. നിങ്ങൾ ബാംഗ്ലൂരും കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. ബാംഗ്ലൂർ നോക്കുമ്പോഴും ബാംഗ്ലൂരും വളരെ കുറവാണ്. 2,677 ആണ് കേട്ടോ. ബാംഗ്ലൂര് ഏറ്റവും 9ാമതോ 10ാമതോ ഒക്കെ നിൽക്കുന്ന സ്ഥാനമാണ് ബാംഗ്ലൂരിനുള്ളത്. ആകെ അൺറിസർവ്ഡ് 1,057 പേര്, SC 464, ST 489, OBC 899,
EWS വെറും 68 പേര്. അങ്ങനെ വെറും 2677 പേര് മാത്രമാണ് ഇവിടെ ബാംഗ്ലൂരിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഏറ്റവും കുറവുള്ള ഏരിയാസിലൊക്കെ വരുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് 746 നമ്മൾ കണ്ടായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ കുറവുള്ള, അതുപോലെ തന്നെ ഭുവനേശ്വറിൽ 772, അഹമ്മദാബാദിൽ 1486, അതുപോലെ തന്നെ സെക്കന്ദരാബാദിൽ 1466. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മുടെ ചെന്നൈ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക്, ചെന്നൈയിലോട്ട് പോകുമ്പോഴത്തേക്ക് എത്രയാണ്? 24,084. ഓക്കെ, ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴത്തേക്ക് 2677. വളരെ കുറഞ്ഞ ആപ്ലിക്കൻസ് ആണുള്ളത്. ബാക്കിയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെയിൽവേ ടീച്ചർ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ്, നിലവിലുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ആപ്ലിക്കന്റ് സ്റ്റാറ്റസ്, ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് ടോട്ടൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അൺറിസർവ്ഡ് ടോട്ടൽ എത്രയെന്നുള്ളതും, അതുപോലെ തന്നെ SC ടോട്ടൽ എത്ര, ST ടോട്ടൽ എത്ര, OBC ടോട്ടൽ എത്ര, EWS ടോട്ടൽ എത്ര. മൊത്തത്തില് ഞാൻ പറഞ്ഞു 3,64,037. ഓക്കെ, 3,64,037 പേരാണ് റെയിൽവേയിൽ ടീച്ചർ വേക്കൻസിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും. ഓക്കെ, ഇതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത സ്ഥലങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, നിങ്ങൾ ഏത് കാറ്റഗറി ബേസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുന്നതിന്റെ റെലവൻസ് എന്താണെന്നൊക്കെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒന്നും നോക്കണ്ട, അറിഞ്ചും പുറഞ്ചും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എത്രത്തോളം ഇൻപുട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇൻപുട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. മാക്സിമം എക്സാമിലേക്ക് ആ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് വളരെ ക്രൂഷ്യലായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ലൈവിൽ കയറാൻ പറ്റുന്നവർ മാക്സിമം ലൈവിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അല്ലാത്ത ബാക്കി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അതാ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതില് ഓരോന്നിന്റെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. RRB ടീച്ചറിന്റെ ഫീസ് സ്ട്രക്ചർ 599 ആണ്. അതുപോലെ തന്നെയാണ് HSA നാച്ചുറൽ സയൻസിന്റെ ഫീസ് 999 ആണ്. അതുപോലെ HSA ജനറൽ ബാച്ചിന്റെ ഫീസ് 499 ആണ്. LP-UP ലോങ് ടേം ഫ്രീ ബാച്ച് ആണ്. LP-UP ലോങ് ടേം എന്ന് പറയുന്നത് ഫ്രീ ബാച്ച് ആണ്. ഓൺലി 299 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ബാക്കി KVSന്റെയും അതുപോലെ തന്നെ NVSന്റെയും നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ്, കൂടാതെ CTET, KTET തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ്, ലിങ്ക്, കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, അത് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലും ഈ ചാനലിലും ഒക്കെ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി KVXന്റെ എക്സാം എന്നാണ്, എപ്പോഴാണ്, ഈ മാസം വിളിക്കുമോ എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ഒന്നുകൂടി ഉത്സാഹത്തോടു കൂടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ആകുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.